Namaste, welcome back to my channel Wing Trader. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് റിവേഴ്സൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിങ് ട്രേഡ് ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിലൂടെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ട്രേഡിങ്ങിന് ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഒരു റിവേഴ്സൽ, അതായത് ഹ്യൂജ് ലോസ് പോകുന്ന ഒഴിവാക്കാനും നമുക്ക് അതേപോലെ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് എക്സിറ്റ് എവിടെ നിന്നാണ്, അതേപോലെ നമുക്ക് ആക്ച്വലി ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ഓൾറെഡി കയറി നിൽക്കുന്ന പൊസിഷൻ നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ നിന്നാണ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 80-90% ആക്യുറസിയോടുകൂടി ട്രേഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ലൈവിൽ പറഞ്ഞു തരും. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്ന സെൻസെക്സിൻ്റെ മൊമെൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ്, പിന്നെ അതേപോലെ നമുക്ക് ഫോറക്സ് മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ്, അങ്ങനെ പല മാർക്കറ്റുകളും നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. എല്ലാ മാർക്കറ്റും നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ മൊമെൻ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ രാവിലെ ആക്ച്വലി ബൈസിൽ തന്നിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്ന കണ്ടിന്യൂവേഷൻ്റെ ബ്രേക്കൗട്ടാണ് രാവിലെ പോയത്. കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്നതാണ്. ഒരു 3:30 കഴിഞ്ഞ് ആ ഒരു മൊമെൻറ്റിൽ ക്ലോസിങ് സമയത്ത് 5 മിനിറ്റ് മുമ്പ് വന്ന മൊമെൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് അത് കൺഫേം ആയതും ബ്രേക്കൗട്ട് പോയതും. ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് അവിടെ റീ എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് അടിച്ച് കയറി 2-3 പ്രാവശ്യം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ആക്ച്വലി ഒരു 1:30 കഴിഞ്ഞ് വന്ന മൊമെൻ്റാണ്. ഡൗണിലേക്ക് ഒറ്റടിക്ക് ലോങ് ക്യാൻഡിലായിട്ട് അടിച്ചിറങ്ങി ഹ്യൂജ് ഡൗൺ പോയിട്ടുണ്ട്. അത് തിരിച്ച് അതേ ബാക്ക് ട്രേഡ് എടുത്തു. നമുക്ക് ലോങ് ക്യാൻഡിൽ ഒരിക്കലും നമുക്ക് ആ ക്യാൻഡിൽ കയറി സെല്ല് പിടിക്കാൻ ശ്രമിക്കരുത്. റിവേഴ്സ് അടിക്കാൻ സാധ്യത ഉള്ള ക്യാൻഡിൽസാണ്. കാരണം ലോങ് ക്യാൻഡിൽ എപ്പോഴും റിവേഴ്സ് പെട്ടെന്ന് തന്നെ അടിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബൈ ഓപ്ഷൻ നമുക്ക് എടുക്കാതിരിക്കുക. അവിടുന്ന് കറക്റ്റ് ബ്രേക്കൗട്ട്, അതായത് മാർക്കറ്റ് പുൾ ബാക്ക് പോകുന്നു, റിവേഴ്സ് തിരിച്ച് മാർക്കറ്റ് എങ്ങോട്ടാണ് കയറുന്ന പോർഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തെ പോർഷൻസിലാണ് കൂടുതൽ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത്, നമുക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോകുന്ന, അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ എടുക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ പോർഷനിൽ ലോസ് ഒഴിവാക്കാൻ നല്ലതാണ്. അല്ലാത്ത പോർഷനിൽ ഇപ്പോൾ സിഗ്നൽസ് വന്ന കൺഫർമേഷൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടുന്ന് എടുക്കാം. 2-3 പ്രാവശ്യം ബ്രേക്കൗട്ട് പോയി മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടുന്ന് ഇപ്പം റിവേഴ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ട്രെൻഡ് ലൈൻ്റെ കളർ ചേഞ്ച് ആവുന്നതിലൂടെ താഴത്തെ കൺഫർമേഷൻ ബാറും അതേപോലെ തന്നെ എക്സ്ട്രാ കളറിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ റിവേഴ്സ് പോകുന്നതിന് മുമ്പ് ട്രെൻഡ് ലൈൻ ചേഞ്ച് ആയി സപ്പോർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ളൊരു ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ടൈം ഫ്രെയിം മാറ്റി ചെയ്ത് ഇപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് മാറ്റി ചെയ്താൽ അവിടുന്ന് റിവേഴ്സിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ടൈം ഫ്രെയിം മാറ്റിയാൽ നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് റിവേഴ്സ് പോകുന്ന പോയിന്റ് നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.